നമ്മൾ എത്ര കാലമായിട്ട് ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതേപോലെ ആരെങ്കിലൊക്കെ ആയിട്ട് വന്ന് കയറും. ഈ ഒരു സമയത്ത് നമ്മുടെ സൈഡ് ക്ലിയർ ആണെന്ന് കാണിക്കാൻ കാറിലോ ഡാഷ് ക്യാം ഉണ്ടായിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കാർ എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച ആക്സസറി എന്ന് പറയുന്നത് ഈ ഡാഷ് ക്യാം ആണ്. ഇതാണ് ഫ്ലീട്രാക്കിന്റെ 4K അൾട്രാ HD ഡാഷ് ക്യാം. ബിൽറ്റ് ഇൻ GPS പാർക്കിംഗ് മോണിറ്റർ അതുപോലെ കൊളിഷൻ ഡിറ്റക്ഷൻ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഡാഷ് ക്യാം വാങ്ങിച്ചത്. ബോക്സിൽ യൂസർ മാനുവൽ, 2 ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കേഴ്സ് അതുപോലെ ക്യാമറ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡാഷ് ക്യാം. 3.2 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡാഷ് ക്യാമിന്. ലെഫ്റ്റ് സൈഡിൽ പവർ ബട്ടൺ വരുന്നുണ്ട്. റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി പോർട്ടും AV പോർട്ടും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 128GB വരെ സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോ SD സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ബോട്ടം സൈഡിലായിട്ട് കൺട്രോളിംഗ് ബട്ടൺസും വരുന്നുണ്ട്. ഈ ഡാഷ് ക്യാമിന് 145 ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6 ലെയറാണ് അതിൻ്റെ ലെൻസ് വരുന്നത്. പിന്നെ ക്ലിയർ വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് WDR ടെക്നോളജിയും വരുന്നുണ്ട്. ഈ ഒരു ചെറിയ ബോക്സിനാണ് ഡാഷ് ക്യാമിൻ്റെ കേബിൾസ് ഒക്കെ വരുന്നത്. പവർ കേബിളിൻ്റെ കണക്ട് വരുന്നത് ഫ്യൂസ് ടൈപ്പ് ആണ്. ഇത് കാറിൻ്റെ ഫ്യൂസ് ബോക്സിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പവർ വലിക്കാനോ അല്ലെങ്കിൽ വയർ കട്ട് ചെയ്ത് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു കവറിൽ വരുന്നതാണ് ബാക്ക് സൈഡിൽ വെക്കാനുള്ള ക്യാമറ. ഇത് മെയിൻ ക്യാമറയുടെ AV പോർട്ടായിട്ട് കണക്ട് ചെയ്യണം. ഇതൊരു 130° ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്ന 1080p ക്യാമറയാണ്. ക്യാമറ എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ് ക്യാമിൽ വൈഫൈ ഉണ്ട്. അത് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലീട്രാക്കിൻ്റെ ആപ്പ് വഴി നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും നമുക്ക് ലൈവായിട്ട് മോണിറ്റർ ചെയ്യാനും പറ്റും. അതുപോലെ റെക്കോർഡ് ചെയ്യാനും പറ്റും. ഡാഷ് ക്യാമിൽ ബിൽറ്റ് ഇൻ GPS ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ലൊക്കേഷൻ മാപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെക്കോർഡിംഗ് ലൈവ് ഫീഡ് കാണാനും പറ്റും. ആപ്പിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറയുടെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആപ്പ് ഉപയോഗിച്ച് മാത്രമല്ല ഡാഷ് ക്യാമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. വോയിസ് കമാൻഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോട്ടോ എടുക്കണമെങ്കിലോ വീഡിയോ എടുക്കണമെങ്കിലോ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. 24 hour സർവൈലൻസും അതുപോലെ ലൂപ്പ് റെക്കോർഡിംഗ് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാർ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലീട്രാക്കിൻ്റെ ഡാഷ് ക്യാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ബയോയിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക.